ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കമലൻ ശാന്തയുടെ ഫോണിലേക്ക് വിളിച്ച് തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ആശാന്റെ കൂടെ പലവട്ടം അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ വന്നിട്ടുണ്ട് എന്ന് കമലൻ പറഞ്ഞത് കേട്ട് പെട്ടെന്ന് ശാന്തയുടെ മനസ്സിലേക്ക് കമലന്റെ ഓർമ്മകൾ ഓടിയെത്തുന്നു. കമലിനെ കുറിച്ച് മനസ്സിലായ ശാന്ത കമലിനോട് ചോദിച്ചു, അല്ല എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത് എന്ന് ചോദിച്ചതും കമലിന്റെ ചോദ്യം വന്നത് അവിടെ ഏടത്തിയമ്മ വന്നിട്ടുണ്ടോ എന്നതായിരുന്നു. അത് കേട്ട ശാന്ത ആകെ പരിഭ്രമത്തോടെ ചോദിച്ചു, ആരുടെ കാര്യം പറയുന്നത് എന്ന് ചോദിച്ചതും കമലൻ പറഞ്ഞു, ശാന്തേ അവിടെ ഏട്ടത്തിയമ്മയുണ്ടോ? അത് കേട്ട കമലിനോട് ശാന്ത പറഞ്ഞു, ഇല്ല, ഇവിടെ ശാലിനി കുഞ്ഞ് ഇല്ലല്ലോ എന്ന് പറയുമ്പോ കമലൻ പറഞ്ഞു, വേണ്ട ശാന്തേ, നീ കള്ളം പറയണ്ട, സത്യം എന്താണെന്ന് എന്റെ ആശാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആശാൻ ഏടത്തിയമ്മയെ ഇവിടെ ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ടും അവിടെ വരാതെ വേറൊരാളെ പറഞ്ഞയച്ചു. പിന്നീട് വീണ്ടും ഏടത്തിയമ്മയെ കാണാനായി കളക്ടറേറ്റിലേക്ക് ചെന്നപ്പോ അവിടെയും വീണ്ടും ഏടത്തിയമ്മ മാറിക്കളഞ്ഞു. എന്നാലേ ഇനി അത് നടക്കില്ല ശാന്തേ, ഇങ്ങനെയുള്ള പറ്റിക്കലൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. കാരണമേ ഇവിടുത്തെ ജില്ലാ കളക്ടർ ഏട്ടത്തിയമ്മ ആണെന്ന് ആശാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൈയോടെ പിടിക്കാനായിട്ട് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുക. ശാരദാമ്മയുടെ വീട്ടിലേക്ക് എന്റെ ആശാൻ വരുന്നുണ്ട്. കേട്ടോ കേട്ടോ ശാന്തേ, എങ്ങനെയാ കയ്യോടെ പിടിക്കും, മനസ്സിലായോ, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് കമലൻ ഫോൺ വെച്ചതും ശാന്ത ആകെ ഞെട്ടലോടെ കമലൻ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ട് ഭയന്ന് നിൽക്കുമ്പോ കമലൻ പറഞ്ഞു, ഹോ, എന്തായാലും ഇത്രേ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ എന്തൊരു മണ്ടനാ, ഇത് നേരത്തെ അങ്ങ് ചെയ്താ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമലൻ വീണ്ടും എന്റെ അടുത്ത കളി എന്നൊക്കെ പറഞ്ഞ് ആ മദ്യപിച്ചതിന്റെ ആ ഒരു ആലസ്യത്തിൽ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. ഈ സമയത്ത് വിഷ്ണു എത്രയും വേഗം ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുക എന്ന ഒരേ ഒരു ലക്ഷ്യവുമായി തന്റെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ശാരദാമ്മയുടെ വീട്ടിൽ ശാലിനി ഉണ്ട് എന്നുള്ള പ്രതീക്ഷ മാത്രം മനസ്സിൽ ഉറപ്പിച്ച് വിഷ്ണു ശാരദാമ്മയുടെ ആ വീട്ടുമുറ്റത്തേക്ക് വന്ന് വണ്ടി നിർത്തി. ശാരദാമ്മയുടെ വീട്ടിലേക്ക് നോക്കി വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം കുടുംബശ്രീ ഹോട്ടലിൽ അവിടെ വന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ട് നിന്ന ശാന്ത ഞെട്ടലോടെ വാതുക്കലേക്ക് നോക്കുന്നു. വിഷ്ണു ഉടനെ തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വിഷ്ണു അവിടെ കാലുകുത്തിയതും ശാരദാമ്മയുടെ വീട്ടിലേക്ക് വിഷ്ണു ഒന്ന് നോക്കി. ഈ സമയത്ത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് വിഷ്ണു വരുമെന്നറിഞ്ഞത് കൊണ്ട് ശാന്ത ആകെ പരിഭ്രമിച്ച് നിൽക്കുകയായിരുന്നു. ശാരദാമ്മയുടെ വീട്ടിലേക്ക് വിഷ്ണു ചെന്ന് കയറുമോ എന്ന ആശങ്കയായിരുന്നു ശാന്തയുടെ മനസ്സിൽ. വിഷ്ണു ആ വീട്ടുവളപ്പിൽ മൊത്തത്തിലൊന്ന് ചുറ്റുപാടും നോക്കി. വീടിന് മൊത്തത്തിൽ പെയിന്റ് ഒക്കെ അടിച്ച് മാറിയിരിക്കുന്നു. ആ പഴയ വീടല്ല ഇപ്പോൾ കാണുന്നത് എന്നുള്ള രീതിയിൽ വിഷ്ണു അങ്ങനെ അതിശയിച്ച് നോക്കുമ്പോ ശാന്ത അവിടെ വന്ന ആളുകളോട് ഇവിടെ സാമ്പാറല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ, ദോശ പോലും വേണ്ട, അപ്പോഴതിന് സാമ്പാർ ഒഴിക്കാൻ പോകുന്നത്. അതെ, ഞങ്ങൾ കളക്ടറെ കാണാനാ വന്നത്, കളക്ടറെ എപ്പോഴാ കാണാൻ പറ്റുന്നത്. ഇതെല്ലാം കേട്ടാ ശാന്ത ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു, അതെ, മര്യാദയ്ക്ക് ഒരക്ഷരം മിണ്ടാതെ ഇവിടെയെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിച്ചോണം. ഭക്ഷണം കഴിക്കാനല്ലാതെ ഇനി ഒരൊറ്റ എണ്ണം ഇവിടെ വാ തുറന്നു പോയേക്കരുത്, പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ശാന്ത എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ ഈ സമയത്ത് ഇതൊന്നും അറിയാതെ വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലേക്ക് തന്നെ നോക്കി. ഇനി കുടുംബശ്രീ ഹോട്ടലിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയിൽ വിഷ്ണു പിന്തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോ അവിടെ വന്ന മറ്റൊരാൾക്ക് ശാന്ത ഓടിയെത്തി ഇവിടെ സാമ്പാറാണോ ചമ്മന്തിയാണോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അയാൾ പറഞ്ഞു, അതെ, ഞാൻ കഴിച്ചിട്ടാ വന്നത്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞതും ശാന്ത ദേഷ്യപ്പെട്ടു, മിണ്ടി പോകരുത്, നിങ്ങളോട് രണ്ടുപേരോടോ പറഞ്ഞത്, ഇനി ഒരു അക്ഷരം മിണ്ടിയരുത്, ഇവിടെ ഇരുന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചോണം എന്ന് ശാന്ത അവിടെ ഓരോരുത്തരെയും ഭീഷണിപ്പെടുത്തുന്നു. ശാന്ത വീണ്ടും മറ്റൊരാളുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല, ഇവിടെ സാമ്പാറാണോ വേണ്ടത്? അപ്പോഴാണ് അയാൾ പറഞ്ഞത്, അതെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത് എന്ന് പറയുമ്പോ വിഷ്ണു ഹോട്ടലിലേക്ക് നോക്കുന്നത് ശാന്ത ശ്രദ്ധിച്ചു. ശാന്ത വിഷ്ണുവിന്റെ നോട്ടം കണ്ടതോടെ വേഗം ശാന്ത അവിടെ നിന്ന് വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു. ആഹാ, വിഷ്ണു കുഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് എന്താ വിഷ്ണു മോനെ എന്ന് ചോദിച്ച് ശാന്ത അരികിലേക്ക് ചെന്നു. എന്താ മോനെ, ഊണ് കഴിക്കാനാണോ? വാ, അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ക്ഷണിച്ചു. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ എന്ന് വിഷ്ണു പറയുമ്പോ ഹോട്ടലിൽ ഇരുന്ന എല്ലാവരും അതേ സ്ഥലത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങളും കഴിച്ചിട്ടാ വന്നേ. അത് കേട്ട ഉടനെ ശാന്ത ആകെ ചമ്മിയ ഒരു മുഖത്തോടെ അവരെ എല്ലാവരെയും നോക്കി. ആ സമയത്ത് വിഷ്ണു ശാന്തയോട് ചോദിച്ചു, അതെ, ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ എന്താ മോനെ എന്ന് ശാന്ത വീണ്ടും വിഷ്ണുവിനോട് വളരെ പരിഭ്രമത്തോടെ ചോദിച്ചു. വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കിയിട്ട് തന്റെ വണ്ടിക്കരികിലേക്ക് പതുക്കെ നടക്കുമ്പോ
ശാന്ത ആകെ പരിഭ്രമത്തോടെ വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു. വിഷ്ണു അപ്പോഴേക്കും എന്താ ഒന്നും പിണ്ടാത്തെന്നുള്ള രീതിയിൽ ശാന്ത വിഷ്ണുവിനോട് ചോദിച്ചു, എന്താ മോനെ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ആകെ വിഷമത്തോടെ പറഞ്ഞു, ശാലിനി എന്ന് മാത്രം പറയുമ്പോ ശാലിനി ശാരദാമ്മയുടെ വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് കർട്ടൻ മാറ്റി, ജനലിന്റെ കർട്ടൻ മാറ്റി പതുക്കെ വിഷ്ണുവിനെ നോക്കുകയാണ്. ആ സമയത്ത് ശാന്ത പറഞ്ഞു, എന്താ മോനെ, ശാലിനി കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ശാലിനി കുഞ്ഞിനെ കുറിച്ചോ ശാരദാമ്മയെ കുറിച്ചോ എന്തെങ്കിലും വിവരം കിട്ടിയോ? അവരെ കാണാതെ എത്ര നാളായി. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെ ഒന്ന് കാണാനെങ്കിലും കഴിയണേ എന്നാണ്. സത്യത്തിൽ അവർ തിരിച്ചു വരണേ എന്നല്ല ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറുള്ളത്. അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണേ എന്ന് മാത്രമാണ്. അല്ല, കുഞ്ഞിന് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവരെ എവിടെയെങ്കിലും ഉള്ളതായി കുഞ്ഞിന് അറിയാൻ കഴിഞ്ഞോ എന്ന് വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശാന്ത വളരെ പ്രതീക്ഷയോടെ ചോദിച്ചു. വിഷ്ണു അപ്പോഴേക്കും ആ വീട്ടിലേക്ക് ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, അല്ല, പെയിന്റ് ഒക്കെ മാറി മുറ്റത്ത് ദാ ചെടികളൊക്കെ വെച്ചേക്കുന്നത് അതെന്താ എന്ന് വിഷ്ണു ചോദിച്ചതും ശാന്ത പറഞ്ഞു, അതൊക്കെ ഞാനാ ചെയ്തത് മോനെ. ഇവിടുന്ന് ശാരദാമ്മ പോയപ്പോ ഹോട്ടൽ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. ഇപ്പോഴാണെങ്കിൽ ഹോട്ടലിൽ നല്ല രീതിയിലും വരുമാനം വരുന്നുമുണ്ട്. ഇത് കൃത്യമായി ഞാൻ ആരെ ഏൽപ്പിക്കുന്നില്ലല്ലോ, എന്റെ ഇഷ്ടത്തിന് ഞാൻ അത് ചെലവഴിക്കുകയാണ്. എന്തായാലും അതിലൊരു പങ്ക് ഈ വീട്ടിലേക്ക് കൊടുക്കേണ്ടതല്ലേ. ഒരു മനസാക്ഷിക്കുത്ത് തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ ഈ വീട് പെയിന്റ് അടിപ്പിക്കുകയും ഈ ചെടികളൊക്കെ കൊണ്ടുവെക്കുകയും ചെയ്തത് അത് ഞാൻ തന്നെ ചെയ്തതാ എന്ന് ശാന്ത വിഷ്ണുവിനോട് പറയുന്നു. ശാന്ത അങ്ങനെ ഒരു കളവ് പറയുമ്പോ വിഷ്ണു അതെല്ലാം വിശ്വസിച്ച് മറ്റൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ ശാന്ത പറഞ്ഞു, മോനെ, ഞാൻ മോനെ എപ്പോഴെങ്കിലും ഇവിടെ കാണുമ്പോ അല്ലെങ്കിൽ നിങ്ങളെ ആരെയെങ്കിലും കാണുമ്പോ ഒരു കാര്യം ചോദിക്കണം എന്നോർത്ത് കാത്തിരുന്ന ഞാൻ. ശാരി കുഞ്ഞിനെ കുറിച്ചും രാജീവ് സാറിനെ കുറിച്ചും എന്തെങ്കിലും വിവരം അറിയാവോ? ഇതുവഴി ആരും വരാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കാനായി കാത്തിരുന്നത്. അവരും ഇപ്പോ യാതൊരു വിവരവുമില്ല. ശാരി കുഞ്ഞിനെ കുറിച്ചും രാജീവ് സാറിനെ കുറിച്ചും ആരെങ്കിലും എന്തെങ്കിലും വിളിക്കുകയോ പറയുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഈ വീട്ടിലെ ഏക അവകാശികൾ എന്ന് പറയുന്നത് ശാലിനി മോളും ശാരികയും ശ്യാമയുമാണല്ലോ. അവരാരും തന്നെ ഇപ്പൊ ഇവിടേക്ക് വരുന്നില്ലല്ലോ. സത്യത്തിൽ ഈ ഹോട്ടലിൽ ഇപ്പോ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുമുണ്ട്. ഹോട്ടലിൽ കിട്ടുന്ന ആ പണം ഞാനാണ് ചിലവഴിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ശാരദാമ്മ ഇവിടേക്ക് വന്ന് ഇവിടുത്തെ വരുമാനത്തിന്റെ കണക്ക് ചോദിച്ചാലോ പണം എവിടെയെന്ന് ചോദിച്ചാലോ കൈമലർത്താൻ മാത്രമേ എനിക്ക് കഴിയൂ. അതുകൊണ്ട് ഓരോ മാസവും കിട്ടുന്ന തുക അവരെ ഒന്ന് ഏൽപ്പിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അല്ല, ഇടയ്ക്ക് മോൻ ഇവിടെ വന്ന് അത് വാങ്ങിക്കാൻ വന്നിരുന്നെങ്കിൽ, എല്ലാ മാസവും മോൻ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്കത് ആശ്വാസമായനെ എന്ന് ശാന്ത വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു ആകെ വിഷമത്തോടെ തന്റെ വണ്ടിയിലേക്ക് നോക്കി. താൻ വലിയ പ്രതീക്ഷയോടെ വന്നിട്ടും ശാലിനിയെ കാണാത്തതിന്റെ നിരാശയിൽ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ, എന്താ കുഞ്ഞു വരുവോ, കുഞ്ഞു വാങ്ങിക്കാവോ അത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അത് വേണ്ട, അത് നിങ്ങൾ വെച്ചോ എന്ന് വിഷ്ണു പറഞ്ഞു. എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് നഷ്ടമായതിനോളം ഒന്നും വരില്ല ഇതൊന്നും എന്ന് വിഷ്ണു വേദനയോടെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കി ആകെ സങ്കടത്തോടെ പോട്ടെ എന്ന് പറഞ്ഞ് വണ്ടിയിലേക്ക് കയറാൻ ഒരുങ്ങി. അപ്പോഴേക്കും ശാന്ത പറഞ്ഞു, അല്ല കുഞ്ഞെ, ഇതുവഴി വരുവോ, ഇനി ഇടയ്ക്ക് വരുവോ, ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ എന്നൊക്കെ ശാന്ത ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, ഇല്ല, എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത് എന്ന് പറഞ്ഞ്. അല്ല, കുഞ്ഞു പ്രത്യേകിച്ച് എന്താ ഇതുവഴി വന്നത് എന്ന് ചോദിച്ചതും ഒന്നുമില്ല, ഞാൻ ഇവിടെ വരെ ഒന്ന് വന്നപ്പോ വെറുതെ ഒന്ന് വന്നു എന്ന് മാത്രം എന്ന് വിഷ്ണു ശാന്തയോട് മറുപടി നൽകി. വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പോ ശാന്ത വീണ്ടും വിളിച്ചു പറഞ്ഞു, മോനെ, ഇടയ്ക്കൊക്കെ ഇതുവഴി ഒന്ന് വരണേ എന്ന് പറഞ്ഞതും വിഷ്ണു ഒന്നും മിണ്ടാതെ വേഗം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് തിരികെ പോകുന്നു. വിഷ്ണു അവിടുന്ന് വണ്ടി തിരിച്ച് പോകുന്ന ആ സമയത്ത് ശാന്ത തൽക്കാലം വിഷ്ണുവിനെ ഓരോ കള്ളങ്ങൾ പറഞ്ഞയച്ചതിന്റെ ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ ശാലിനി വിഷ്ണു തന്നെ വന്ന് അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയതിന്റെ ആശ്വാസത്തിൽ ശാലിനി അങ്ങനെ നിന്നു. അപ്പോഴേക്കും ശാരദാമ്മ വിഷ്ണുവിന്റെ വണ്ടി അവിടെ നിന്ന് പോയതിന്റെ ശബ്ദം കേട്ട് വേഗം വാതുക്കലേക്ക് എത്തി. ശാരദാമ്മയെ നോക്കിയതും ശാരദാമ്മ ആകെ ഒരു ദേഷ്യത്തോടെ ശാലിനിയെ നോക്കിയിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. വാതിൽ തുറന്ന് ശാരദാമ്മ പുറത്തേക്ക് വന്നതും ശാന്ത അവിടെ നിൽക്കുന്നത് കണ്ട് ശാരദാമ്മ ചോദിച്ചു, പോയോ? അപ്പോഴേക്കും ശാന്ത പറഞ്ഞു, പോയി ശാരദാമ്മേ എന്ന് ശാന്ത മറുപടി നൽകി. ശാരദാമ്മ അത് കേട്ടതും, ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞയച്ചു ശാരദാമ്മേ എന്ന് ശാന്ത മറുപടി പറഞ്ഞതും വിഷ്ണു അവിടെ നിന്ന് പോയതിന്റെ ആശ്വാസത്തിൽ ശാരദാമ്മ വാതിക്കൽ നിന്നു. ശാന്ത തിരിച്ച് ഹോട്ടലിലേക്കും കയറിപ്പോയി. ഈ സമയത്ത് ശാരദാമ്മ സിറ്റൗട്ടിലിരുന്ന് ഓരോന്നും ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോ ശാന്ത തിരിച്ച്
ഹോട്ടലിലേക്ക് എത്തിയതും ആളുകളോട് ഇനി എന്താ ആർക്കെങ്കിലും വേണ്ടത് എന്ന് ചോദിച്ചു. ഇനി ഞങ്ങൾക്ക് ഒന്നും തന്നെ വേണ്ട, ഞങ്ങൾക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് കളക്ടറെ കാണണം എന്നറിയിച്ചു. അത് കേട്ട ഉടനെ ശാന്ത പറഞ്ഞു, അതെ, ഇന്ന് എന്തായാലും കളക്ടർ നിങ്ങൾ ആരെയും കാണാൻ പോകുന്നില്ല, ഇനി നിങ്ങളുടെ പരാതിയൊന്നും ഇന്ന് കളക്ടർ കേൾക്കില്ല എന്നറിയിച്ചു. അതെന്ത് വർത്തമാന പറയുന്നത് നിങ്ങള്, അതിന് കളക്ടർ അങ്ങനെ പറഞ്ഞോ എന്ന് അവർ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോ ശാന്ത പറഞ്ഞു, അതെ, ഞാൻ തന്നെയാ പറയുന്നത്, ഞാൻ പറഞ്ഞാൽ ശാലിനി കുഞ്ഞ് പറഞ്ഞതുപോലെ തന്നെയാ, കളക്ടർ പറഞ്ഞ പോലെ തന്നെയാ, ഇന്നിനിയിപ്പോ ആരുടെയും പരാതികൾ കളക്ടർ സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ശാന്ത എല്ലാവരോടും പൊയ്ക്കൊള്ളാനായി അറിയിച്ചു. എല്ലാവരും ആകെ നിരാശയോടെ പരസ്പരം നോക്കി. അപ്പോഴാണ് ശാലിനി വാതുക്കലേക്ക് എത്തി അല്പം മുമ്പ് നടന്ന ആ കാര്യങ്ങൾ ഓർത്തത്. അവിടെ വന്ന ആളുകളുടെ പരാതികൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ശാന്ത കമലം പറഞ്ഞ വാർത്ത കേട്ട് അകത്തേക്ക് ഓടിയെത്തിയത്. ശാലിനി കുഞ്ഞെ എന്ന് വിളിച്ചതും ശാന്തയുടെ വരവ് കണ്ട് ശാലിനി ചോദിച്ചു, എന്താ ശാന്തേശി എന്ന് അന്വേഷിച്ചതും ശാലിനിയോട് ശാന്ത പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട് കുഞ്ഞെ. അങ്ങനെ പറഞ്ഞ് വിവരങ്ങളൊക്കെ ശാലിനിയെ ആ നിമിഷം ശാന്ത ധരിപ്പിച്ചത് കൊണ്ട് വിഷ്ണുവിന്റെ വരവ് നേരത്തെ അറിയാൻ കഴിഞ്ഞതിനാൽ പെട്ടെന്ന് വിഷ്ണു താൻ അവിടെ ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ അവിടുന്ന് തിരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കാൻ ശാലിനിക്ക് സാധിച്ചതെന്ന് ശാലിനി ഓർമ്മിച്ചു. അപ്പോഴേക്കും ശാലിനി അത് ഓർത്തങ്ങനെ നിൽക്കുമ്പോ ശാരദാമ്മ വാതുക്കലേക്ക് എത്തി. പിന്നാലെ ശാന്തയും PA അനുപല്ലവിയും കൂടി അവിടേക്ക് എത്തുന്നു. ശാരദാമ്മ ചോദിച്ചു, ഇപ്പോ വലിയ കാര്യം നേടിയതിന്റെ സന്തോഷമായിരിക്കും നിനക്ക് അല്ലെ? എന്നാ നീ ഇപ്പൊ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയാവോ? നീ എത്ര വലിയ പാപമാ ഇപ്പൊ ചെയ്തിരിക്കുന്നതെന്ന്? നിന്റെ താലി കെട്ടിയ നിന്റെ സ്വന്തം ഭർത്താവിനെയാണ് നീ ഇപ്പോ ഇവിടെ നിന്ന് ഈ രീതിയിൽ പറഞ്ഞയച്ചത്. നിന്നെ കാണാനായി നീ എന്ന് മാത്രം മനസ്സിൽ ചിന്തിച്ച് ഈ 6 വർഷക്കാലം നിന്നെ മാത്രം കാത്ത് നിന്ന, നിന്നെ മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കുന്ന അവൻ, ആ പാവം ചെറുപ്പക്കാരൻ തിരിച്ചിവിടെ എത്തിയപ്പോ നീ അവനെ കണ്ടില്ല എന്ന് നടിക്കാനായി നീ അവനെ പറഞ്ഞയച്ചിരിക്കുന്നു. ഇത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സത്യാമ്മയുടെ മുന്നിൽ നീ എത്തിപ്പെടാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ മോളെ, ഭർത്താവിനെ ഒരു നോക്കെങ്കിലും കാണാൻ, ഭർത്താവിന്റെ ഒരിറ്റ് സ്നേഹമെങ്കിലും കിട്ടാനായി കൊതിയോടെ കാത്തിരിക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ടെന്നറിയാമോ? ആ സ്ഥാനത്താണ് നീയെ എന്ന് മാത്രം സ്വപ്നം കണ്ട്, നീയെ എന്ന് മാത്രം ചിന്തിച്ചു നടക്കുന്ന ആ പാവം ഇവിടെ നിന്നെ അന്വേഷിച്ചെത്തിയത്. മോളെ, നമ്മുടെ ഈ വീട്ടുപടിക്കൽ എത്തിയത് സ്വന്തം ഭാര്യയെ കാണാനായിട്ട് ഭാര്യ വീട്ടിലേക്കാണ് വിഷ്ണുമോൻ വന്നു കയറിയത്. ആ അവനെയാണ് നീ നിരാശയോടെ പറഞ്ഞയച്ചത്. മോളെ, വെച്ചു നീട്ടുന്ന സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് തള്ളിക്കളഞ്ഞാൽ പിന്നീട് ഒരിക്കൽ ആ സ്നേഹം വേണമെന്ന് എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ ആ സ്നേഹം കിട്ടിയെന്ന് വരില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ വേദനയോടെ അകത്തേക്ക് കയറി പോകുമ്പോ അവിടെ അതെല്ലാം കേട്ടുനിന്ന അനുപല്ലവിയുടെ മനസ്സിലും ചില സംശയങ്ങൾ തോന്നും. അനുപല്ലവി ആ സംശയത്തോടെ ശാലിനിയെ നോക്കുമ്പോ ശാന്തയും അനുപല്ലവിയും അവിടെ നിന്ന് തന്നെ നോക്കുന്നത് കണ്ട ശാലിനി രൂക്ഷമായി അവരെ ഇരുവരെയും നോക്കിയതോടെ ശാലിനിയുടെ ആ നോട്ടത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കിയതിനാൽ അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ശാരദാമ്മ അകത്തേക്ക് കയറിപ്പോയതുപോലെ അവരും അവിടെ നിന്ന് അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ശാലിനിയെ കാണാൻ കഴിയാത്തതിന്റെ നിരാശയിൽ അവിടെ നിന്ന് മടങ്ങിപ്പോയ വിഷ്ണു ശാലിനിയെ കണ്ടില്ല എന്ന സങ്കടത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ വിഷ്ണു തന്റെ മുന്നിലേക്ക് വന്നിട്ടും, തന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നിട്ടും ആ പാവത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാതെ ആ പാവത്തിനെ നിരാശനാക്കി പറഞ്ഞയച്ചതിന്റെ കുറ്റബോധത്തിൽ ശാലിനി അവിടെ ഇരുന്നു. അപ്പോഴാണ് വീട്ടിലിരുന്ന് ന്യൂസ് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്യാമയുടെ ഫോണിലേക്ക് കോള് വന്നത്. സുസ്മിത ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചതും പെട്ടെന്ന് തനിക്ക് പരിചയമല്ലാത്ത ഒരു നമ്പർ വരുന്നത് കണ്ട് ശ്യാമ കോൾ അറ്റൻഡ് ചെയ്തു. കോൾ എടുത്തതും ശ്യാമയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള സുസ്മിതയുടെ ചോദ്യം കേട്ട് അതെ, ആരാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചതും ശ്യാമയ്ക്ക് അത്ര പെട്ടെന്ന് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അതെ, നിങ്ങൾ എന്താ പറയാമെന്ന് വെച്ചാൽ വേഗം പറയണം, എനിക്കിവിടെ വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു, ഓഹോ അത് ശരി, അത്ര തിരക്കിലാണല്ലേ ശ്യാമ, എന്നാ ഒരു കാര്യം ഞാൻ ചോദിക്കാം. പഴയ സുഹൃത്തുക്കളെയും പഴയ കൂട്ടുകാരെയും ഒക്കെ ശ്യാമ തിരക്ക് കൂടിയത് കൊണ്ട് ഇപ്പോ സംസാരിക്കാൻ പോലും അവരോട് കൂട്ടാക്കാത്ത അവസ്ഥയിലാണല്ലേ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ ആരാണെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞതും സുസ്മിത പറഞ്ഞു, ശ്യാമേ, ഇങ്ങനെ ധൃതി പിടിക്കാതെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ, ഇനി ശ്യാമ കട്ട് ചെയ്ത് പോകില്ല എന്നതാണ് എന്റെ വിശ്വാസം. ശ്യാമയ്ക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞതും ശ്യാമ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് മര്യാദയ്ക്കൊന്ന് പറയുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഫോൺ വെച്ചിട്ട് പോവാ എന്ന് പറഞ്ഞ് ശ്യാമ ബഹളം ഉണ്ടാക്കുമ്പോ സുസ്മിത പറഞ്ഞു, ശ്യാമെ, അങ്ങനെ ഫോൺ വെച്ചിട്ട് പോയാൽ ശ്യാമയ്ക്ക് നഷ്ടമാകാൻ പോകുന്നത് എന്താണെന്ന് ശ്യാമയ്ക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്.
ശ്യാമ ഇപ്പോ ആ പഴയ ചായക്കടക്കാരി ശാരദാമ്മയുടെ മകളല്ല, മറിച്ച് സത്യഭാമയുടെ ദത്തുപുത്രൻ രോഹിത്തിന്റെ ഭാര്യയാണ്. അതുമല്ലെങ്കിൽ സത്യഭാമയുടെ മരുമകൾ. അതല്ലേ ശ്യാമേ നീ ഇപ്പോ? അത് കേട്ട ഉടനെ ശ്യാമ ചോദിച്ചു, അതാണോ നിങ്ങൾക്കിപ്പോ പ്രശ്നം? നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് എന്നെ ഭീഷണിപ്പെടുത്തുന്നതിനുള്ള എന്തെങ്കിലും പോംവഴികളാണോ? അങ്ങനെയാണെങ്കിലേ ഞാനേ സത്യഭാമയുടെ മരുമകളാണെന്നുള്ള ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് പറയുമ്പോ സുസ്മിത പറഞ്ഞു, ശ്യാമേ ഞാൻ പറയാൻ വരുന്ന കാര്യം ആ ഒരു പദവി ഇല്ലാതാക്കുന്നതാണെങ്കിലോ സത്യഭാമയുടെ മരുമകൾ എന്നുള്ള ആ പട്ടം തിരിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പോ ശ്യാമയോട് പറയുന്നതെങ്കിലോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ ചോദിച്ചു, ആരാ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ എന്താന്ന് വെച്ചാ പറ എന്ന് പറയുമ്പോ സുസ്മിത ഉടനെ ശ്യാമയോട് പറഞ്ഞു, ശ്യാമേ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് ശ്യാമയ്ക്ക് കേട്ട് കഴിയുമ്പോൾ കൃത്യമായി മനസ്സിലാകും. ഞാൻ എന്തായാലും പറയാൻ വന്ന കാര്യം എന്താന്ന് ഇപ്പോൾ ഒന്ന് സൂചന തരാം. സ്ഥലവും സന്ദർഭവും സമയവും ഒക്കെ ഞാൻ ഇപ്പോൾ പറയാം. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒരു 6 വർഷങ്ങൾക്ക് മുൻപ് കരുണ ഹോസ്പിറ്റലില് കോരിച്ചൊരിയുന്ന മഴയ്ക്ക് അന്ന് സാക്ഷിയായി അന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ആ ദിവസം. അത് കേട്ട ഉടനെ ശ്യാമ ചോദിച്ചു, അന്ന് നീ നടത്തിയ ഒരു കളവ്, നീ നടത്തിയ ഒരു നാടകം, അതിന്റെ സത്യാവസ്ഥ പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞത്. ശ്യാമ പറഞ്ഞു, അതിന് ഞാൻ അന്ന് യാതൊരു നാടകവും കളിച്ചില്ലല്ലോ, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, എന്നാൽ ഇനി ഞാൻ ആരാണെന്ന് പറയാം. അന്ന് നീ ചെയ്ത ആ പ്രവർത്തികൾക്കെല്ലാം സാക്ഷിയായി ദൈവത്തെ പോലും കബളിപ്പിച്ചുകൊണ്ട് നീ നടത്തിയ ആ പ്രവൃത്തികളുടെ എല്ലാം ഏക സാക്ഷി, ഐ വിറ്റ്നസ്, അതാണ് ഞാൻ എന്ന് സുസ്മിത ശ്യാമയെ ഭയപ്പെടുത്തി. ശ്യാമ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ ഉടനെ ശ്യാമയോട് സുസ്മിത പറഞ്ഞു, അതിനുള്ള തെളിവാണ് നിന്റെ വീട്ടിൽ ഇപ്പോൾ മയങ്ങിക്കിടക്കുന്ന 6 വയസ്സ് പ്രായമുള്ള നിന്റെ ഭർത്താവിന്റെ അമ്മയുടെ പേര് പത്മിനി എന്ന ആ പേരിട്ട് ഓമന പേരായി പപ്പി എന്ന് വിളിക്കുന്ന ആ പെൺകുട്ടി, പപ്പി എന്ന നിന്റെ കുഞ്ഞെന്ന് പറയുന്ന ആ കുട്ടി, അതാണ് ഞാൻ ഈ പറഞ്ഞ സംഭവത്തിന്റെ തെളിവ് എന്ന് സുസ്മിത ശ്യാമയോട് പറഞ്ഞു. ശ്യാമ അത് കേട്ടതും ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ സുസ്മിത പറഞ്ഞു, അന്ന് അവിടെ നടന്ന സംഭവങ്ങൾക്കൊക്കെ ഐ വിറ്റ്നസ് ആണ് ഞാനെന്ന് പറഞ്ഞില്ലേ? നിനക്ക് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതല്ലെങ്കിൽ സത്യഭാമയുടെ ദത്തുപുത്രനായ രോഹിത്തിന്റെ കുഞ്ഞല്ല ആ കിടക്കുന്നത്. രോഹിത്തിന് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല, അതാണ് വാസ്തവം. ഇത് കേട്ട ശ്യാമ ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ സുസ്മിത പറഞ്ഞു, ശ്യാമേ അതിനേക്കാൾ ഉപരി ഒരു കാര്യം കൂടി ഞാൻ പറയാം. അവരോട് ഈ സത്യം പറഞ്ഞ് എന്താ സംഭവിക്കുക എന്ന് നിനക്കറിയാവല്ലോ. 6 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയ സത്യമാണ് ഞാനിപ്പോൾ നിന്നോട് പറയുന്നത്. രോഹിത്തിന്റെ കുഞ്ഞല്ല ആ കിടക്കുന്നത്. അത് പക്ഷേ അവരോട് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അത് സമ്മതിച്ചു തന്നെന്ന് വരില്ല. നീ വഴിപിഴച്ച് ജന്മം നൽകിയ കുട്ടി എന്ന് വേണമെങ്കിൽ പറയും അവർ. കാരണം ആ കുഞ്ഞ് നിന്റെ വയറ്റിൽ ഉണ്ടായിരുന്നു എന്നതിന് 9 മാസവും 9 ദിവസവും അത് തെളിവായി നീ അവരുടെ മുന്നിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞിനെ നീ ഗർഭം ധരിച്ചിരുന്നു എന്നതിന്റെ സാക്ഷികളാണ് അവർ. പക്ഷേ ആ കുഞ്ഞ് രോഹിത്തിന്റെ കുഞ്ഞല്ല, അതാണ് സത്യം എന്ന് ശ്യാമയോട് വീണ്ടും സുസ്മിത പറയുന്നു. സുസ്മിതയുടെ വാക്കുകൾ കേട്ട് ശ്യാമ ആകെ ഞെട്ടലോടെ ചോദിച്ചു, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു, അതെ, ഇപ്പോ നിന്നെ പോലെയുള്ള ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് കളയാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ഈ സത്യം എനിക്ക് വേണമെങ്കിൽ അന്ന് തന്നെ ഇത് അവർക്ക് മുന്നിൽ വെളിപ്പെടുത്താമായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന പണവും വാങ്ങി എനിക്ക് പോകാമായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് എന്തെന്ന് വെച്ചാൽ, എനിക്ക് ഒരിക്കലും നീ എന്റെ ശത്രുവല്ല, നിന്നെ ഞാൻ ഒരിക്കലും എന്റെ ശത്രുവായി കരുതിയിട്ടുമില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് മറ്റൊരു കാരണത്താലാണ്. എനിക്ക് ഇപ്പോ ഒരു 10 ലക്ഷം രൂപ നീ എനിക്ക് തരണം. എന്നാൽ മാത്രം ഞാൻ ഈ സത്യം അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തില്ല. എന്റെ കുഞ്ഞിന് വേണ്ടിയാണ്, എന്റെ മോൾക്ക് വേണ്ടി. അതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യം എനിക്കിപ്പോഴുണ്ട്. അത് നീ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഈ സത്യം അവരോട് പറയില്ല. ഇനി നീ എന്നോട് എനിക്ക് തരാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ ഈ സത്യം അവർ തീർച്ചയായും മനസ്സിലാക്കും. അവര് തീർച്ചയായും ഈ സത്യം അറിയുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കണോ വേണ്ടിയോ എന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ചോ.
നാളെ രാവിലെ ഞാൻ വീണ്ടും വിളിക്കാം. നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട്. നാളെ രാവിലെ ഈ നമ്പറിലേക്ക് തന്നെ നീ വിളിച്ച് നിനക്ക് പണം തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയിക്കണം. എന്നാൽ അപ്പൊ ഞാൻ എവിടെ വരണം പണവുമായിട്ടെന്നും ആരുടെ കയ്യിൽ കൊടുക്കണമെന്നും എന്നൊക്കെ ഞാൻ അപ്പോൾ പറയാം. ചിലപ്പോൾ നാളെ തന്നെ നമ്മുടെ കൂടിക്കാഴ്ച അവിടെ വെച്ച് നടക്കുകയും ചെയ്യും. പണം കൈമാറുമ്പോൾ നമുക്ക് തമ്മിൽ പരസ്പരം കാണുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ, അതിബുദ്ധി കാണിച്ച് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതമാണ് നിനക്ക് നഷ്ടമാകാൻ പോകുന്നത്. അത് മറക്കണ്ട. അപ്പോ പറഞ്ഞതുപോലെ നാളെ രാവിലെ വിളിക്കാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം, ഈ നമ്പർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ കട്ട് ചെയ്തതും ശ്യാമ സുസ്മിതയുടെ ഭീഷണിയിൽ ഭയന്ന് വിറച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ആശങ്കപ്പെട്ടു നിൽക്കുന്നു.